എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അപ്പൊ ഇന്നത്തെ വിശേഷം വളരെ വൈകിയാട്ടോ വന്നത്, അതുകൊണ്ടാണ് ഞാൻ ഇത്ര ലേറ്റ് ആയിട്ടിരുന്നത്. അങ്ങനെ ഇന്നത്തെ വിശേഷത്തെ കാണിക്കുന്ന രാധികാമ്മ വരുണിനോട് പറയണം, എന്താണെങ്കിലും ഈ തെറ്റ് ഞാൻ അങ്ങനെ പൊറുക്കാൻ പോകുന്നില്ല. ദേ അവളെ തള്ളിയിട്ടാണ് മനഃപൂർവ്വം വിനോദ്. പക്ഷെങ്കിൽ അവളെ അല്ല തള്ളിയിട്ടത്, അവൻ എന്നെയാ തള്ളിയിട്ടത്. ഈ ചതി ഒരിക്കലും എനിക്ക് പൊറുക്കാൻ പറ്റുന്ന കാര്യമല്ല. കണ്ടോ, അവൾക്ക് എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഭദ്രന്റെ വീട്ടിലെ ഒരു പാഴ്മുളയനെ പോലും ഞാൻ വെറുതെ വിടത്തില്ല, എല്ലാത്തിനും ഞാൻ ഇല്ലാതാക്കും. ഇത് രാധികയുടെ ശബ്ദമാണെന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ വരുൺ പറഞ്ഞു, ശരി അമ്മ പറഞ്ഞു, ഒന്നിനും വെറുതെ വിടലെന്ന് പറയാണ്. ഈ സമയം ഗോവിന്ദ് പ്രിയയെ കുറിച്ചുള്ള ഓരോ കാര്യങ്ങളൊക്കെ ചിന്തിച്ചിങ്ങനെ ചേർന്നിരിക്കുകയാണ്. പ്രിയനെ ആദ്യമായിട്ട് കയ്യിലേക്ക് കിട്ടുന്നു, പിന്നീട് അവളെ താൻ താരാട്ടുപാടി ഉറക്കുന്നു. അതിനുശേഷം വലുതായി കഴിഞ്ഞപ്പോൾ അവളോടൊപ്പം കളിക്കുന്ന എല്ലാ കാര്യങ്ങളും, അങ്ങനെ അവൾ പ്രഗ്നന്റ് ആയി കഴിഞ്ഞ ശേഷം വീട്ടിലേക്ക് വന്നപ്പോൾ അവളെ കാണാനായിട്ട് പോയ സമയത്ത് അവൾ തുണി അലക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ബോധം കെട്ട് പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അവളെ കോരി എടുത്തുകൊണ്ട് വീട്ടിലേക്ക് പോയതും പിന്നീട് ഒളിച്ച സാറ്റ് കളിക്കുന്ന സമയത്ത് അവളെ കാണാതെ പോയി. അങ്ങനെ പ്രിയ നീ ഇത് എവിടെയാന്ന് ചോദിച്ചോണ്ട് ഗോവിന്ദ് ഇങ്ങനെ അലോടെ കിടന്ന് അലറി വിളിക്കുകയാണ്. പക്ഷെ പ്രിയനെ കണ്ടില്ല. അവസാനം കണ്ണു തുറന്ന് നോക്കുമ്പോഴത്തേനും പ്രിയ വലിയൊരു കയത്തിലേക്ക് അങ്ങോട്ട് പോവാണ്. അങ്ങനെ ഒരു സ്വപ്നം കൊണ്ട് പെട്ടെന്ന് ഗോവിന്ദ് അങ്ങ് ഞെട്ടി ഉണരുവാണ്. പ്രിയെന്നും പറഞ്ഞുകൊണ്ട് അലറി വിളിച്ചോണ്ട് അങ്ങോട്ട് ഓടുവാണ്. ഈ കാഴ്ച കണ്ടതും ഗീതു പെട്ടെന്ന് പോയി ഗോവിന്ദനെ കയ്യെ പിടിച്ചു. എന്താ ഗോവിന്ദേട്ടാ എന്താ? അതെ പ്രിയമോൾ ആ വാട്ടർഫാൾസിലേക്ക് പോവാ, അവളെ പിടിക്കാൻ പറയാണ്. ഇത് കേട്ടതും അയ്യപ്പേട്ടൻ ഗോവിന്ദ കുഞ്ഞ് നീ ഇതെന്താ കാണിക്കുന്നത്, ഇവിടെ ഇരിക്കാൻ പറയാണ്. അങ്ങനെ രേഖ അവരെല്ലാരും കൂടെ ബലമായിട്ട് ഗോവിന്ദനെ അവിടെ പിടിച്ചിരുത്തുവാണ്. ഗോവിന്ദ് പറഞ്ഞു, പ്രിയമോള് എന്റെ ഈ കൈകളിലേക്കാ അച്ഛൻ അവളെ വെച്ച് തന്നെ, എനിക്കത് ഇത്രയും കാലം ഞാനവളെ പൊന്നു പോലെ സൂക്ഷിച്ചു, ഇപ്പൊ എനിക്ക് സൂക്ഷിക്കാൻ പറ്റിയില്ല. അവൾക്കൊരു പോറല് പോലെ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല. എനിക്ക് എന്റെ പ്രിയമോളെ ഇപ്പൊ കാണണം എന്നും പറഞ്ഞോണ്ട് പിച്ചും പേയും പറഞ്ഞോണ്ടിരിക്കുക. ഇത് കണ്ടത് ഗീതുവിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഗീതു എന്ന് രേഖയോട് പറഞ്ഞു, ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഗോവിന്ദേട്ടന് സമ്മതം തെറ്റുമെന്ന് തോന്നേ, എത്രയും പെട്ടെന്ന് ഡോക്ടറോട് പറഞ്ഞ് ഗോവിന്ദേട്ടന് ഒരു സെഡേഷൻ കൊടുക്കണം. ഗോവിന്ദേട്ടനൊന്നും ഉറങ്ങിയില്ലെങ്കിൽ ആകെപ്പാടെ പ്രശ്നമാവുമെന്ന് പറയാണ്. അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡോക്ടറും കൂടെ അകത്തുനിന്ന് അങ്ങോട്ട് ഇറങ്ങി വരുവാണ്. പെട്ടെന്ന് ഗീതു അങ്ങോട്ട് ചെന്നു ഡോക്ടറോട്, എന്തായി ഡോക്ടറെ കാര്യങ്ങൾ, പ്രിയയുടെ കണ്ടീഷൻ എങ്ങനെയുണ്ടെന്ന് ചോദിക്കാം. ഇതേ പറയത്തക്ക പുരോഗതിയൊന്നുമില്ല, ക്രിട്ടിക്കൽ സ്റ്റേജ് തന്നെയാന്ന് പറയാണ്. ഞാൻ പിന്നെ കൂടുതൽ നിങ്ങളോട് പറയേണ്ട കാര്യമൊന്നുമില്ലോ, നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും ഗീതു പെട്ടെന്ന് പറഞ്ഞതേ ഇപ്പൊ കണ്ണേടനോട് കാര്യങ്ങളൊന്നും പറയണ്ട, അല്ലെങ്കിൽ തന്നെ ആകെപ്പാടെ വല്ലാത്ത ബുദ്ധിമുട്ടിലായിരിക്കുന്നത്. ഇതേ സമനില ഏറ്റൊരു അവസ്ഥയാ. ഇപ്പൊ എങ്ങനെ ഡോക്ടർ ഒരു കാര്യം ചെയ്യണം, ഇതേ കണ്ണേടനൊരു സെഡേഷൻ കൊടുത്തിട്ടാണ് ശരി, കണ്ണേടനെ ഒന്ന് കിടത്തി മയക്കണം, ഒന്ന് ഉറങ്ങി എഴുന്നേറ്റ് ചെയ്യുമ്പോൾ കുറച്ച് മനസ്സിനൊരു ആശ്വാസം ആകുമായിരിക്കും എന്ന് പറയാം. ഡോക്ടർ പറഞ്ഞു, ശരി അങ്ങനെ ചെയ്യാന്ന് പറയാണ്. ഈ സമയത്താണ് രാധികാമയും വരുണും കൂടെ അങ്ങോട്ട് വരുന്നത്. പെട്ടെന്ന് ഗോവിന്ദ് കണ്ണു തുറന്ന് നോക്കുമ്പോഴത്തേനും ഗീതുവും ഡോക്ടർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പെട്ടെന്ന് ഗോവിന്ദ് ഞെട്ടി എഴുന്നേറ്റ് ഓടി ചെന്ന് ഡോക്ടറെ അടുത്ത് എന്നിട്ടിച്ചു, ഡോക്ടറെ എന്റെ പ്രിയമോൾക്ക് എങ്ങനെയുണ്ട്, അവൾ കണ്ണു തുറന്നോ, എന്നെ അന്വേഷിച്ചോ എന്നൊക്കെ ചോദിക്കുക. ഇത് കേട്ടതും ഡോക്ടർ പറഞ്ഞു, കുഴപ്പമില്ല, ഇപ്പൊ അവൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന് പറയണം. ഡോക്ടർ കള്ളം പറയണ്ടെന്ന് പറയണം. അതെ ഗോവിന്ദ് ഇങ്ങോട്ട് വാ, ഒരു കാര്യം ചെയ്യാം, ഗോവിന്ദ് കുറച്ച് സമയം ഒന്ന് കിടന്ന് മയങ്ങും, ഞാൻ ഗോവിന്ദിന്റെ ഒരു ഇഞ്ചക്ഷൻ തരാമെന്ന് പറയണം. ഇത് കേട്ടതും ഗോവിന്ദ് പെട്ടെന്ന് പറഞ്ഞു, എനിക്കറിയാം ഡോക്ടറെ എന്തിന്റെ ഇഞ്ചക്ഷൻ ആണ്, എന്നെ മയക്കി കിടത്താനുള്ള ഇഞ്ചക്ഷൻ അല്ലേ, ആ പരിപാടി അങ്ങോട്ട് മനസ്സിൽ വെച്ചാൽ മതി. എന്നെ സെഡേഷൻ നൽകി കിടത്തി ഉറക്കാന്നുള്ള ഡോക്ടറെ ചിന്തയൊന്നും വേണ്ട, എനിക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാന്ന് പറയാം. പെട്ടെന്ന് ഡോക്ടർക്ക് എന്ത് മറുപടി പറയണമെന്ന് അറിയില്ല. ഡോക്ടർ പറഞ്ഞു, ഗോവിന്ദ് കുറെ ലോകപരിചയമുള്ള ആളല്ലേ, പിന്നെ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ, കാരണം അങ്ങനെയുള്ള സിറ്റുവേഷനാണ് പ്രിയനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഇനിയിപ്പം ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ഡോക്ടറെ, എനിക്ക് പ്രിയമോളെ ഒന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിക്കുക. വാ ഡോക്ടർ വരാൻ പറയാണ്. പിന്നെ ഗീതുവിനെയും കൂടെ വിളിച്ചു. അങ്ങനെ അവരെ രണ്ടുപേരും അകത്തേക്ക് അങ്ങോട്ട് കൊണ്ടുപോവാണ്. ഈ സമയം രാധിക അമ്മ ആ പുറകെ കൊടുങ്കാറ്റ് പോലെ ഐസിയിലേക്ക് പാഞ്ഞു കയറുവാണ്. അങ്ങനെ ഗോവിന്ദ് പ്രിയനെ കണ്ടു കഴിഞ്ഞപ്പത്തിന് കണ്ണ് രണ്ടും നിറഞ്ഞൊഴുകുകയാണ്. പ്രിയമോളെ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്, പക്ഷെ അതൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ഇപ്പോഴും പ്രിയയുടെ ജീവൻ നിലനിർത്തിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നീട് ഡോക്ടർ പറഞ്ഞു, കണ്ടില്ലേ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ്, എപ്പോൾ വേണമെങ്കിലും എന്ത് സംഭവിക്കാം. പിന്നെ കുഞ്ഞിന്റെ കാര്യം, കുഞ്ഞിനെ ഇപ്പൊ സർജറി ചെയ്ത് പുറത്തെടുക്കാന്ന് പറഞ്ഞാൽ അത് ഇച്ചിരി റിസ്ക് ആയിട്ടുള്ള കാര്യമാണ്. കാരണം കുഞ്ഞിനെ ചിലപ്പോൾ സർജറി ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അമ്മേനെ കിട്ടാതെ വരും. പക്ഷെ എത്രയെന്ന് വെച്ചാൽ ഇങ്ങനെ നമുക്ക് പിടിച്ചിരുത്താനായിട്ട് പറ്റുമല്ല. ഇപ്പൊ തന്നെയാണെങ്കിലും ബ്രെയിനിലേക്കുള്ള രക്തയോട്ടമൊക്കെ ഏകദേശം നിലയ്ക്കുന്ന പറ്റില്ല. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്നും മിക്കവാറും ഒരു ജീവച്ഛവം പോലെ ഇങ്ങനെ കിടക്കത്തുള്ളൂ. നിങ്ങളോട് പറയുന്നോണ്ട് ബുദ്ധിമുട്ടൊന്നും തോന്നരുത്, കാരണം തുറന്നു പറയേണ്ട കാര്യങ്ങൾ നമ്മൾ തുറന്നു പറയുക തന്നെ വേണമെന്ന് പറയാം. ഇത് കേട്ടതും ഗോവിന്ദന്റെ കണ്ണുകൾ രണ്ടും നിറഞ്ഞൊഴുകുവാണ്. പെട്ടെന്നാണ് ഒരു ഡോക്ടർ അങ്ങോട്ട് കയറി വരുന്നത്. ഒരു വിദേശ ഡോക്ടറാന്ന് കണ്ടാൽ തന്നെ തോന്നും. ആ ഡോക്ടറെ കണ്ടതും
പെട്ടെന്ന് തന്നെ ഡോക്ടർ ഡോക്ടർ വന്നല്ല വരാൻ പറയണം. ഇതാണ് പേഷ്യൻ്റ് എന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കുക. അങ്ങനെ ഡോക്ടർ പരിശോധിക്കുക. ഈ സമയം ആദ്യം നോക്കിയ ഡോക്ടർ പറഞ്ഞു, നിങ്ങളുടെ ഭാഗ്യം കൊണ്ടാണ് ഇപ്പോൾ ഈ ഡോക്ടർ വന്നേ. ഇത് ഡോക്ടർ എലിസബത്ത് കാതറിൻ ബെല്ലയാന്ന് പറയണം. ഈ ഡോക്ടർ ഇപ്പോൾ ഇവിടെ ഒരു റിസർച്ചിന് വേണ്ടി, ആയുർവേദിക് റിസർച്ചിന് വേണ്ടി കേരളത്തിൽ വന്ന ആ സമയത്താണ് ഇങ്ങനെ ഒരു സംഭവം ഞാൻ ഡോക്ടറെ വിളിച്ച് പറയുന്നത്. അതുകൊണ്ട് ഡോക്ടർ ഇങ്ങോട്ട് വന്ന ഇങ്ങനത്തെയുള്ള കാര്യത്തിൽ ഡോക്ടർ നല്ല എക്സ്പേർട്ടാന്ന് പറയാം. കൃത്യസമയത്ത് തന്നെ ഈ ഡോക്ടർ ഇവിടെ എത്താൻ പറ്റി നിങ്ങളുടെ ഭാഗ്യം കൊണ്ടാന്ന് പറയാം. ഇത് കേട്ടതും പെട്ടെന്ന് ഗോവിന്ദ് എന്തിനാണ് ആ ഡോക്ടറുടെ കാലിലേക്ക് അങ്ങോട്ട് വീണിട്ട് പറഞ്ഞു, എൻ്റെ പ്രിയമോളെ എങ്ങനെയും രക്ഷിക്കണമെന്ന് പറയാണ്. പെട്ടെന്ന് തന്നെ ഡോക്ടർ പറഞ്ഞു, സാരമില്ല പേടിക്കണ്ട, ഇംഗ്ലീഷ് തന്നെയാണ് പറയുന്നത്, ഒന്നും സംഭവിക്കില്ല, എന്നെ കഴിവിൻ്റെ പരമാവധി ഞാൻ ശ്രമിക്കാം, നിങ്ങൾ ധൈര്യമായിട്ട് ഇരിക്കാനൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട്. പിന്നീട് ഡോക്ടർ പരിശോധിച്ചൊക്കെ നോക്കുന്നുണ്ട്. ഈ സമയം രാധികാമ്മ പറഞ്ഞു, ഇനിയിപ്പോൾ ഒന്നും നോക്കണ്ട, വയറ്റിൽ കിടക്കുന്ന ആ വിഷവിത്തിനെ ഇല്ലാതാക്കിയിട്ടാണ് ശരി, എനിക്ക് കുഴപ്പമില്ല, പക്ഷെ എനിക്ക് പ്രിയമോളുടെ ജീവനാ വലുതെന്ന് പറയാണ്. ഇത് കേട്ടതും ഗീതവും ഗോവിന്ദും എല്ലാവരും ഒന്ന് ഞെട്ടിപ്പോയി. കാരണം രാധികാമ്മയ്ക്കാണെങ്കിൽ കുഞ്ഞിനെ വേണ്ട, പ്രിയനെ മാത്രം മതി. കാരണം വിനോദിന്റെ കുഞ്ഞാണല്ലോ വയറ്റി വളരുന്നേ. പിന്നീട് അവരെല്ലാം ഐസിയുവിനെ അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങുവാണ്. ഈ സമയം ഗോവിന്ദ് ആകെപ്പാടെ ടെൻഷൻ അടിച്ചിരിക്കുന്നത്. രാധികാമ്മയുടെ മനസ്സിൽ അങ്ങനെ പ്രിയനെ കണ്ടപ്പോൾ പലവിധ ചിന്തകളും മനസ്സിൽ കൂടെ കടന്നു പോവാ. പ്രിയ താഴേക്ക് വീഴുന്നതും അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ മനസ്സിൽ കൂടെ കടന്നു പോകുന്നുണ്ടായിരുന്നു. ഗോവിന്ദനാണെങ്കിലോ തനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നൊരു ചിന്ത മാത്രമായിരുന്നു. അങ്ങനെ പുറത്തു വന്ന് സങ്കടപ്പെട്ടിരുന്ന് കഴിയുമ്പോഴത്തേനും പെട്ടെന്ന് തന്നെ രാധികാമ്മ പറഞ്ഞു, ഇത് മനഃപൂർവ്വം അവൻ ചെയ്തതെന്ന് പറയാണ്. പെട്ടെന്ന് ഗോവിന്ദ് പറഞ്ഞു, കൊല്ലണം, എനിക്ക് അവനെ കൊല്ലണമെന്ന് പറയാണ്. ഇത് കേട്ടെന്ന് ഗീത ഒന്ന് ഞെട്ടി. അവൻ എനിക്ക് കൊല്ലണം, എൻ്റെ പ്രിയമോളെ ഈ വിധമാക്കി അവനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. ഇത് കേട്ട അയ്യപ്പേട്ടനും രേഖയല്ല ഒരു നിമിഷം ഇങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ വല്ലാത്ത ബുദ്ധിമുട്ടല്ല നിൽക്കുന്നത്. അവർക്കൊക്കെ എന്ത് മറുപടി പറയണമെന്ന് പോലും അറിയത്തില്ല. അവർക്ക് മനസ്സിലായി ഗോവിന്ദന്റെ കണ്ടീഷൻ അത്ര ക്രിട്ടിക്കൽ സ്റ്റേജിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം സമതല തെറ്റിയവനെ പോലെ പെരുമാറിക്കൊണ്ടിരിക്കണേ. പെട്ടെന്ന് രാധികാമ്മ പറഞ്ഞു, കണ്ണം പറഞ്ഞ ശരിയാ, ഈ ഭദ്രൻ അവൻ മനഃപൂർവ്വം കളിച്ചതാ. അവൻ നമ്മുടെ കുടുംബത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ആദ്യം വിനോദിനെ, അതിനുശേഷം രണ്ടാമത് ഗീതുവിനെ, രണ്ട് മക്കളെ നമ്മുടെ വീട്ടിലേക്ക് ഏറ്റുവിട്ട. ഇപ്പൊ കണ്ടില്ലേ വിനോദ് പ്രീമോളെ ഇല്ലാതാക്കി. അതുപോലെ തന്നെ നിന്റെ അടുത്തേക്കുന്ന ഗീതു ഉണ്ടല്ലോ, ഗീതു നിന്നെ ഇല്ലാതാക്കും കണ്ണ, ഇത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഒരു നിമിഷം പോലും ഇനി അവൾ അറക്കൽ കുടുംബത്തിൽ കാണാൻ പാടില്ല. അവളെ എത്രയും പെട്ടെന്ന് അറക്കൽ കുടുംബത്തിൽ നിന്ന് പറഞ്ഞുകൊണ്ടെന്ന് പറയാം. ഇത് കേട്ടും ഗോവിന്ദ് ഒന്നും മിണ്ടിയില്ല. ഈ സമയം പരമ ശരിയാ, അമ്മ പറഞ്ഞ 100% ശരിയാന്ന് പറയണം. ഈ സമയം രാധികാൻ പറഞ്ഞു, എന്താ കണ്ണാ നീ ഒന്നും മിണ്ടാത്തെ? അതോ ഇനി രണ്ടാനമ്മയുടെ മോളായത് കൊണ്ടാണോ, അങ്ങനെയുള്ള കാഴ്ചപ്പാട് കൊണ്ടാണോ നീ അവളെ കാണുന്നേ? അത്രയ്ക്ക് സ്നേഹം നിനക്ക് പ്രിയമോളുള്ളോന്ന് ചോദിക്കുക. ഇത് കേട്ടതും പെട്ടെന്ന് തന്നെ ഗീത പറഞ്ഞു, അമ്മ അങ്ങനെ പറയരുത്. എന്തേ, ജനിക്കാതെ പോയ മകളായിട്ടാണ് പ്രിയാനെ ഇപ്പോഴും ഗോവിന്ദനെ കരുതുന്നത്. എന്നിട്ട് പിന്നെ അമ്മയ്ക്ക് എങ്ങനെ ഇങ്ങനെ പറയാൻ തോന്നി? ഇതേ അമ്മ വേണ്ടാത്ത വർത്താനം ഒന്നും ഇപ്പൊ പറയണ്ടെന്ന് പറയാണ്. ഈ സമയം ദേഹ പറഞ്ഞു, ഇതെന്തൊക്കെയാ പറയണേ? ഇതൊക്കെ പറയാനുള്ള സമയമാണോ? ഇപ്പം നമ്മൾ ചെയ്യേണ്ട പ്രിയയ്ക്കും പ്രിയയുടെ വയറ്റിലുള്ള കുഞ്ഞിനും വേണ്ടി പ്രാർത്ഥിക്കുകയല്ലേ ചെയ്യേണ്ടതെന്ന് ചോദിക്കുക. വരും പറഞ്ഞു, നീ വലിയ കാര്യത്തിലൊന്നും ഇടപെടണ്ട. അങ്ങനെ എന്തെങ്കിലും ഇടപെട്ടിട്ടുണ്ടെങ്കിൽ നിന്നെ ആദ്യം ഞാൻ കഴുത്തിന് പിടിച്ച് പുറത്താക്കും. പറഞ്ഞത് കേട്ടോന്ന് പറയാണ്. ഈ സമയം രാധികാമ്മ പറഞ്ഞു, എടാ അവളെ പിടിച്ച് കഴുത്തിന് പിടിച്ച് വെളിയിൽ തള്ളടാ, അവൾ ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കണ്ട. എൻ്റെ മോളെ ഇല്ലാതാക്കാൻ തുനിഞ്ഞവൻ്റെ പെങ്ങളാ. അവളും അവനും എല്ലാം ചേർന്നിട്ട് ഉള്ള പണിയാ. ഈ രാധിക ഒന്നിനെ വെറുതെ വിടാൻ പോകുന്നില്ല. ഇത് കേട്ടതും വരുൺ എന്ത് ചെയ്യാണ്, ഗീതന്റെ കഴുത്തിനെ പിടിച്ച് വെളിയിലേക്ക് തള്ളാനായിട്ട് വരുവാണ്. പെട്ടെന്ന് ഗീത കണ്ണടച്ചങ്ങോട്ട് നിന്നു. അങ്ങനെ കൈ ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോഴത്തേനും ഗോവിന്ദ കയ്യേലേക്ക് അങ്ങോട്ട് കയറി പിടിക്കുകയാണ്. വരുണിന് എന്ത് ചെയ്യണമെന്നറിയില്ല. ഗോവിന്ദ ആ കയ്യേലേക്ക് അങ്ങോട്ട് കയറി പിടിച്ച് അങ്ങോട്ട് തടഞ്ഞങ്ങോട്ട് നിൽക്കുകയാണ്. ഈ സമയം രാധികാമ്മ ഒരു അന്താളിപ്പോട് കൂടിയിട്ടാണ് ഗോവിന്ദനെ നോക്കുന്നത്. രാധികാമ്മ അത്രയും പ്രതീക്ഷിച്ചില്ല. കാരണം ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ ഗീതനെ അവിടുന്ന് പുറത്താക്കുന്ന പ്രതീക്ഷയോടെ ആയിരുന്നേ. പക്ഷെങ്കിൽ ഗോവിന്ദ് വിട്ടില്ല. ഗോവിന്ദനെ വരുണിന്റെ കയ്യെ തന്നെ പിടിച്ചോണ്ടിരിക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാ കണ്ട. ഇനിയിപ്പൊ എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയത്തില്ല. രാധികാമ്മയുടെ തന്ത്രങ്ങളൊന്നും ഗോവിന്ദന്റെ അരിയിൽ എടുക്കാൻ ഇനി പറ്റത്തില്ല. ഗോവിന്ദ് കുറെ സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഗീതിനെ ഒരിക്കലും അവിടെ നിന്ന് ഇറക്കി വിടാനും പറ്റുന്നില്ല. അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.